ഹലോ, നമ്മൾ ഇനി 17ാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. കെയറിങ് ഫോർ അതേഴ്സ് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ അകത്ത് 2 സോഷ്യൽ സർവീസസ് ചെയ്ത മഹത് വ്യക്തികളെ കുറിച്ചാണ് പറയുന്നത്. ആരൊക്കെ കുറിച്ചാണ്? മദർ തെരേസയെ കുറിച്ചും ജാനകി അയ്യരെ കുറിച്ചാണ് ഈ ചാപ്റ്ററിനാണ് നമ്മൾ പഠിക്കുന്നത്. മദർ തെരേസയെ കുറിച്ച് നമ്മൾ കുറേ കേട്ടിട്ടുണ്ട് അല്ലേ? ജാനകി അയ്യരെ കുറിച്ച് ആരെയും കേട്ടിട്ടുണ്ടോ? ജാനകി അയ്യരും ഇതേപോലെ തന്നെ സോഷ്യൽ സർവീസൊക്കെ ചെയ്തിരുന്ന ഒരാളായിരുന്നു. ഓക്കെ, അപ്പോൾ മദർ തെരേസ ഒരു ഇന്ത്യൻ വംശജ അല്ലായിരുന്നു. ഓക്കെ, അവർ പുറത്തുള്ള ഒരാളായിരുന്നു. അപ്പോൾ പാവങ്ങളുടെ അമ്മ എന്നായിരുന്നു മദർ തെരേസയെ നമ്മൾ വിളിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ അവരുടെ വീട് എവിടെയായിരുന്നു? ദക്ഷിണ ഗ്ലോസാവിയ എന്ന് പറഞ്ഞൊരു സ്ഥലത്തായിരുന്നു മദർ തെരേസ ജനിച്ചത്. അങ്ങനെ അവരുടെ 19ാമത്തെ വയസ്സിൽ അവർ ഇവിടെ പഠിക്കാനെത്തി. ഡാർജിലിംഗിൽ പഠിക്കാനെത്തി. അങ്ങനെയാണ് അവരുടെ സോഷ്യൽ സർവീസിലേക്കുള്ള ജീവിതം തുടരുന്നത്. അപ്പം ഈ മദർ തെരേസ മിഷണറീസ് ഓഫ് ചാരിറ്റി ബോർഡിൻ്റെ കീഴിലായിരുന്നു അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ബോർഡിൻ്റെ കീഴിൽ 30,000 കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അതിൽ 40 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. ബാക്കി വിദ്യാഭ്യാസ പരിശീലന കേന്ദ്രങ്ങൾ ഒരുപാടെണ്ണുണ്ട്. അപ്പോൾ 1979 പാവപ്പെട്ടവർക്കുള്ള സേവനത്തിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് നോബൽ സമ്മാനം മദർ തെരേസയ്ക്ക് ലഭിക്കുന്നത്. ഓക്കെ, 1980 ഭാരതരത്ന നൽകി ഇന്ത്യ ആദരിച്ചു. പിന്നെ അങ്ങനെ ഇരിക്കെ മദർ തെരേസയുടെ ഒരു ഇൻ്റർവ്യൂവിൽ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടർ ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതം ഈ സോഷ്യൽ സർവീസിലേക്ക് വന്നത്? അപ്പോൾ അവർ പറഞ്ഞു, പണ്ട് ഈ 19ാമത്തെ വയസ്സിലാണല്ലോ ഇന്ത്യയിലെത്തിയത്. അങ്ങനെ ഇവരെന്ത് ചെയ്തു? അവർ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഇങ്ങനെ പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടിയെ കണ്ടു. ആ പെൺകുട്ടിയുടെ ദേഹത്ത് മുഴുവൻ ഈ ഉറുമ്പും ഒക്കെ അരിച്ച് ഈ എലിയൊക്കെ കടിച്ചിട്ട് ഭയങ്കര എന്താ പറയുക, ഒരു ദയാരൂപത്തിൽ കിടക്കുമായിരുന്നു. അപ്പോൾ ആ മദർ തെരേസ എന്ത് ചെയ്തു? ഈ കുട്ടിയെ എടുത്തിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് പക്ഷെ ആ ഹോസ്പിറ്റലിലുള്ള ആൾക്കാരെ ഈ കുട്ടിയെ നിഷേധിച്ചു. ഞങ്ങൾ നോക്കില്ല, ഞങ്ങൾ പരിചരിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ മദർ തെരേസ അവിടെ തന്നെ നിന്നിട്ട് പറഞ്ഞു, ഇവിടെ നിങ്ങൾ ഈ കുട്ടിയെ നോക്കിയേ പറ്റുള്ളൂ. അവസാനം അവർ ആ കുട്ടിയെ സ്വീകരിച്ചു. അപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷമാണ് മദർ തെരേസയുടെ ലൈഫ് സോഷ്യൽ സർവീസിലേക്ക് വരുന്നത്. അപ്പം പിന്നെ അതിനുശേഷം അവർ ഒരുപാട് സോഷ്യൽ സർവീസൊക്കെ നടത്തുന്ന, സന്നദ്ധ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ അവർ തുടങ്ങി. ഓക്കെ, ഒരുപാട് അനാഥാലയങ്ങൾ, വൈദ്യ പരിശീലന പരിപാടികൾ, മൊബൈൽ ഡിസ്പെൻസറികൾ ഒക്കെ അവർ തുടക്കം കുറിച്ചു. ഓക്കെ, പിന്നെ അവർ ലോകം മുഴുവൻ അറിയുന്ന ഒരു സന്നദ്ധ പ്രവർത്തകയായി. ഓക്കെ, പിന്നെ പറഞ്ഞത് ജാനകി അയ്യരെ കുറിച്ചാണ്. ജാനകി അയ്യർ എങ്ങനെയെന്ന് വെച്ചാൽ, ഈ പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടിയിട്ട്, അതായത് വീട്ടിൽ ഒരു മിനിമം എഡ്യൂക്കേഷന് പോലും വരാൻ കഴിയാത്ത, അത്രയും സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികളൊക്കെ വിളിച്ചു വരുത്തിയിട്ട് അവർക്ക് ബേസിക് എഡ്യൂക്കേഷൻ കൊടുക്കുകയായിരുന്നു ഈ ജാനകി അയ്യർ എന്ന് പറഞ്ഞ സ്ത്രീയുടെ ലക്ഷ്യം. ഓക്കെ, അപ്പോൾ സ്വന്തം ജീവിതം മുഴുവൻ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കും ചെറുപ്പക്കാരുടെയും കുട്ടികളുടെയും വിദ്യാഭ്യാസത്തിന് പരിശീലനത്തിന് മാറ്റിവെച്ച മറ്റൊരു മഹത് വ്യക്തിയാണ് ജാനകി അയ്യർ. ഓക്കെ, അപ്പോൾ പിന്നെ ഇവർ എന്ത് ചെയ്തു? അങ്ങനെ കുട്ടികളെ പഠിപ്പിച്ച് അവർ ഉന്നത വിദ്യാഭ്യാസത്തിനൊക്കെ അയക്കുകയായിരുന്നു ഇവരുടെ ജോലി. അപ്പോൾ നമ്മൾ 2 സന്നദ്ധ പ്രവർത്തകരെ കുറിച്ചാണ് പഠിച്ചത്. മദർ തെരേസയെ കുറിച്ചും ജാനകി അയ്യരെ കുറിച്ചാണ് പഠിച്ചത്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. വാട്ട് കൈൻഡ് ഓഫ് പീപ്പിൾ ഡിഡ് മദർ തെരേസ ടേക്ക് കെയർ ഓഫ് ആൻഡ് വൈ? അപ്പോൾ മദർ തെരേസ എങ്ങനത്തെ ആൾക്കാരെയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്? ടേക്ക് കെയർ ഓഫ് എന്തിനാണ്? Mother Teresa took care of the old and sick who were unwanted and abandoned by their relatives. മദർ തെരേസ പ്രായമായും അസുഖമായവരെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. അതും ആരും വേണ്ടാണ്ട് ഉപേക്ഷിച്ചവരുണ്ടാവില്ലേ, അവരൊക്കെയായിരുന്നു മദർ തെരേസ നോക്കിക്കൊണ്ടിരുന്നത്. How did മദർ തെരേസ force the hospital to take in the sick woman? എങ്ങനെയാണ് മദർ തെരേസ കുട്ടിയെ, ആ ഒരു സ്ത്രീയെ, അതിൽ നിന്നാണല്ലോ അവരുടെ സന്നദ്ധ പ്രവർത്തനം തുടങ്ങുന്നത്, കുട്ടിയെ അവിടെ തന്നെ നോക്കണം എന്ന് പറഞ്ഞത്. മദർ തെരേസ refused to move away from the hospital until they admitted the sick woman. ആ മദർ തെരേസ ആ സ്ത്രീയെ അവിടെ തന്നെ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞതിനെ കൊണ്ടാണ് അവരുടെ ഇത് തുടങ്ങുന്നത്. ഞാൻ ഈ കുട്ടിയെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ പോവില്ല, അങ്ങനെയാണ് അവർ പറഞ്ഞത്. Where did Mother Teresa set up the first home for the sick and dying? എവിടെയാണ് മദർ തെരേസ ആദ്യമായിട്ട് സിക്ക് ഹോം
ഉണ്ടാക്കിയത്. ധർമ്മശാല നിയർ കാലി ടെമ്പിൾ ധർമ്മശാലയുടെ അടുത്താണ് അവർ ആദ്യമായിട്ട് സിഖ് ഹോം നിർമ്മിച്ചത്. പിന്നെ ഹൗ ഡിഡ് ഷീ സെറ്റിൽ ഹെർ പേഷ്യൻസ് വെൻ ദേ ആർ ക്യൂർഡ്? എങ്ങനെയാണ് മദർ തെരേസ പേഷ്യൻസ് സെറ്റിൽ ചെയ്തത്? മദർ തെരേസ ഫൗണ്ട് വർക്ക് ഫോർ ദോസ് ഹൂ കുഡ് വർക്ക്. അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നവരാണ് മദർ തെരേസ കണ്ടുപിടിച്ചത്. ഷീ ട്രൈ ടു സെൻഡ് അതേഴ്സ് ടു ദെയർ ഹോംസ്. മറ്റുള്ളവരെ അവരുടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. അവിടെ വർക്ക് ചെയ്യാൻ പറ്റുന്നവരെ അവിടെ തന്നെ നിർത്തിവെച്ചു. ഹൂ സെറ്റപ്പ് അനന്തഭാരതി സ്കൂൾ ആൻഡ് ഫോർ ഹോം? ആരാണ് അനന്തഭാരതി സ്കൂൾ സെറ്റപ്പ് ചെയ്തത്? ഫോർ ഹോം, ആർക്ക് വേണ്ടിയിട്ടാണ്? 70-year-old woman called Janaki Iyer set up Anandabharati School for girls who worked as domestic helpers. അപ്പോൾ 70-year-old ആയിരുന്നു ഈ ജാനകി അയ്യർ എന്ന് പറഞ്ഞ ലേഡിക്ക് ഉണ്ടായിരുന്നത്. അവരാണ് ഈ അനന്തഭാരതി സ്കൂൾ ഉണ്ടാക്കിയത്. ആർക്ക് വേണ്ടിയിട്ടാണ്? പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇതാണ് ഷോർട്ട് ആൻസേഴ്സ്. ഇനി നമുക്ക് ലോങ് ആൻസേഴ്സിലേക്ക് പോവാം. Anandabharati is a non-formal school, but the author says there is no non-formal education central. Why does the author say that? Anandabharati is a non-formal school. It is not a formal and recognized education institution. When the author says this is non-formal education central, he means the Anandabharati is very serious about education. The teachers and the students work very hard to achieve their educational goals. The school has flexible methods and timing like a non-formal institution, but it is serious about studies as formal education. അപ്പോൾ ഈ അനന്തഭാരതി സ്കൂൾ എന്ന് പറയുന്നത് ഒരു നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ സെൻ്റർ ആയിട്ടാണ് ഓതേഴ്സ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ശരിക്കും ഇത് എഡ്യൂക്കേഷൻ വളരെ പ്രാധാന്യം കൊടുത്ത ഒരു എഡ്യൂക്കേഷൻ സെൻ്ററാണ്. വിദ്യാഭ്യാസത്തിന് വളരെ പ്രാധാന്യം കൊടുത്ത എഡ്യൂക്കേഷൻ സെൻ്ററാണ്. ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള ഒരു ഫോർമൽ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. മറ്റു സ്കൂളുകളെ പോലെ ഫോർമൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പോലെ ഒരു ഫോർമൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സെൻ്റർ തന്നെയാണ് അനന്തഭാരതി സ്കൂൾ. ഡിസ്ക്രൈബ് ജാനകി അയ്യർ ഇൻ 60 to 80 words. ജാനകി അയ്യരെ കുറിച്ച് 80 വാക്കിൽ കവിയാതെ എഴുതാനാണ്. ജാനകി അയ്യർ is a 70-year-old soft-spoken and gentle woman who take care of the needs of others. She takes over Bhagya's responsibility of looking after her little sister so that Bhagya can study. അപ്പോൾ ജാനകി അയ്യർ എന്ന് പറയുന്നത് 70 വയസ്സ് പ്രായം വരുന്ന ഒരു സോഫ്റ്റ് സ്പോക്കൺ, വളരെ സൗമ്യമായി സംസാരിക്കുന്ന ഒരു ജെൻറ്റിൽ വുമൺ ആണ്. അവരെന്താ ചെയ്തിരുന്ന? മറ്റുള്ളവരെ ടേക്ക് കെയർ ഓഫ് ചെയ്യുന്നതായിരുന്നു അവരുടെ ജോലി. അപ്പം ഷീ ടേക്സ് ഓവർ ഭാഗ്യാസ് റെസ്പോൺസിബിലിറ്റി. ഈ ഭാഗ്യ എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ റെസ്പോൺസിബിലിറ്റി, കുട്ടിയുടെ അനിയത്തിയുടെ റെസ്പോൺസിബിലിറ്റി ഈ ജാനകി അയ്യർ ഏറ്റെടുത്തു. അവളുടെ ഈ ഭാഗ്യ എന്ന് പറഞ്ഞ കുട്ടിയുടെ ലിറ്റിൽ സിസ്റ്റർ, ഒരു കുഞ്ഞ് അനുജത്തിയെ നോക്കുക എന്നുള്ള ജോലി ജാനകി അയ്യർ ഏറ്റെടുത്തു. അപ്പം എന്ത് ചെയ്യാം? ഈ ഭാഗ്യ എന്ന് പറഞ്ഞ കുട്ടിക്ക് പഠിക്കാം. അതിന് വേണ്ടിയിട്ട് Janaki Iyer is very serious about girls for education and cannot tolerate carelessness in studies. She loves Bhagya and helps her, but also scolds her when she comes late to the class. She is very good. She was a very good manager, and she is also very good at building huge social support for her സ്കൂൾ. ഈ ജാനകി അയ്യർ എന്താണ്? ഈ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ അവർ തമാശ കളിക്കില്ല. അവർ ഭയങ്കര സീരിയസ് ആയിരുന്നു പെൺകുട്ടികളെ വിദ്യാഭ്യാസ കാര്യത്തിൽ. ഈ ഭാഗ്യ എന്ന് പറഞ്ഞ കുട്ടിയെ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ കുട്ടികൾ ക്ലാസ്സിലൊക്കെ വരാൻ ലേറ്റ് ആയാൽ ഈ ജാനകി അയ്യർ വഴക്ക് പറയായിരുന്നു. ഓക്കെ, ഇൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ആർ ദ പീപ്പിൾ ഹൂ ഹെൽപ്പ് ജാനകി അയ്യർ ഇൻ ഹർ വർക്ക്? ഓക്കെ, ജാനകി അയ്യറിനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്ന മറ്റ് വ്യക്തികൾ ആരൊക്കെയായിരുന്നു? യങ് professionals help Janaki Iyer to run the school. A computer professional helps with the school's accounts. A linguistic professor teaches Hindi. Another professor teaches English, and another one teaches music. There are also some teachers from the less privileged class who work at the school. അപ്പോൾ ആരൊക്കെയായിരുന്നു ഹെൽപ്പ് ചെയ്തത്? യങ് പ്രൊഫഷണൽസ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു കമ്പ്യൂട്ടർ പ്രൊഫഷണൽ ഉണ്ടായിരുന്നു. പിന്നെയോ ഒരു ഹിന്ദി പഠിപ്പിക്കാൻ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വേറൊരു ടീച്ചർ ഉണ്ടായിരുന്നു. സംഗീതം പഠിപ്പിക്കാൻ ടീച്ചർ ഉണ്ടായിരുന്നു. പിന്നെ ബാക്കി ചെറിയ ചെറിയ ടീച്ചേഴ്സും ആ സ്കൂളിൽ ഉണ്ടായിരുന്നു ജാനകി അയ്യറിനെ ഹെൽപ്പ് ചെയ്യാൻ.
Who was Bhagya? ആരായിരുന്നു ഭാഗ്യ? ഭാഗ്യ was a poor 10-year-old girl. She had a responsibility of taking care of two young sisters. Bhagya also worked as a part-time domestic helper. She was very keen to study and was regular student at Ananda Bharati. ഭാഗ്യ എന്ന് പറയുന്നത് 10 വയസ്സ് പ്രായം വരുന്ന ഒരു പാവം പെൺകുട്ടിയാണ്. അവളുടെ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അവളുടെ താഴെയുള്ള 2 ചെറിയ അനിയത്തിമാരെ നോക്കുക എന്നായിരുന്നു. അവൾ എന്ത് ചെയ്യായിരുന്നു? പാർട്ട് ടൈം ആയിട്ട് ഈ വീട്ടുജോലികളൊക്കെ ചെയ്യായിരുന്നു. ഷി വാസ് വെരി ബ്രില്യൻറ്റ്. അവൾ പഠിക്കാൻ വളരെ മിടുക്കിയായിരുന്നു. അനന്തഭാരതി സ്കൂൾ ഒരു റെഗുലർ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഹൗ ഡിഡ് ജാനകി അയ്യർ ഷെയർ ഭാഗ്യാസ് റെസ്പോൺസിബിലിറ്റി ഇൻ ദ സ്കൂൾ? എങ്ങനെയാണ് ജാനകി അയ്യർ ഭാഗ്യയുടെ റെസ്പോൺസിബിലിറ്റി ഷെയർ ചെയ്തത്? ജാനകി അയ്യർ ടുക്ക് കെയർ ഓഫ് ഭാഗ്യാസ് ബേബി സിസ്റ്റർ സ്വപ്ന. As soon as Bhagya came to the class, she kept the baby busy with playful activities to give Bhagya time to study. അപ്പോൾ ജാനകി അയ്യർ അവളുടെ അനിയത്തിയെ, സ്വപ്ന എന്ന് പറഞ്ഞ അനിയത്തിയെ നോക്കുക, ടേക്ക് കെയർ ഓഫ് ചെയ്യായിരുന്നു. ഈ ഭാഗ്യ എന്ന് പറഞ്ഞ കുട്ടി സ്കൂളിൽ പോകുന്ന സമയത്തും പഠിക്കുന്ന സമയത്തും. ഓക്കെ, സ്റ്റേറ്റ് ഹൗ ഭാഗ്യ ചേഞ്ച് ആസ് സൂൺ ആസ് ഷീ കെയിം ടു ദ സ്കൂൾ. അപ്പം ഭാഗ്യയുടെ ചേഞ്ചിനെ കുറിച്ചാണ് പറയുന്നത്. ആസ് സൂൺ ആസ് ഭാഗ്യ entered the class, she shed off her responsibility and began to enjoy school like another child. അപ്പോൾ ഭാഗ്യ എന്ത് ചെയ്തു? സ്കൂളിൽ എത്തിയപ്പോൾ അവളുടെ റെസ്പോൺസിബിലിറ്റി, പഠിക്കുന്ന കാര്യമൊക്കെ മറന്നു. ബാക്കിയുള്ള കുട്ടികളെ പോലെ അവൾ കളിക്കാൻ തുടങ്ങി. പിന്നെ നെക്സ്റ്റ്, വൈ ഡിഡ് ജാനകി അയ്യർ സ്കോൾഡ് ഭാഗ്യ? എന്തിനാണ് ജാനകി അയ്യർ ഭാഗ്യയെ വഴക്ക് പറഞ്ഞത്? ജാനകി അയ്യർ സ്കോൾഡ് ഭാഗ്യ ബിക്കോസ് ഷി വാസ് ലേറ്റ് ഫോർ ക്ലാസ്. ജാനകി അയ്യർ ഡിഡ് നോട്ട് വാണ്ട് ഭാഗ്യ ടു നെഗ്ലക്ട് ഹെർ സ്റ്റഡീസ്. എന്തിനാണ് ഈ ഭാഗ്യ എന്ന് പറഞ്ഞ കുട്ടി സ്കൂളിൽ വരാൻ വൈകിയതിനും ജാനകി അയ്യർ അവളുടെ പഠിത്തത്തിന് ഉഴപ്പാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുമാണ് അവളെ വഴക്ക് പറഞ്ഞത്. വാട്ട് വാസ് ദ ഡിഫിക്കൽട്ട് ചോയ്സ് ഭാഗ്യ ഹാഡ് ടു മേക്ക്? ഭാഗ്യ എടുത്തിരുന്ന ഏറ്റവും ഡിഫിക്കൽട്ട് ചോയ്സ് എന്തായിരുന്നു? ഫോർ ദ വർക്ക് ഭാഗ്യ ഡിഡ് ആസ് എ ഡൊമസ്റ്റിക് ഹെൽപ്പർ, ഷീ ഗോട്ട് മണി വിത്ത് വിച്ച് ഷീ കുഡ് ബൈ ക്ലോത്ത്സ്, സ്ലിപ്പേഴ്സ് ആൻഡ് അതർ പ്രെറ്റി തിങ്സ്. When she was offered more work as a domestic helper, she knew that she would get more money for it but have less time to study and go to school. She liked school and also she liked all the things she could buy and with the money she earned. She had to make a difficult choice between her studies and the money she could earn. അപ്പം അവൾ വിചാരിച്ചു ഡൊമസ്റ്റിക് വീട്ടുജോലിക്ക് പോയാൽ അവൾക്ക് പണം കിട്ടും, അവൾക്ക് പിന്നെ നല്ല നല്ല ക്ലോത്ത് വാങ്ങാം, ചെരുപ്പ് വാങ്ങാം, ബാക്കി അവൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങാം. അപ്പം അവൾ വിചാരിച്ചു സ്കൂളിൽ പോയാൽ, സ്കൂൾ അവൾക്ക് ഇഷ്ടമാണെങ്കിലും പക്ഷെ സ്കൂളിൽ പോയാൽ പൈസ കിട്ടില്ല, അവൾക്ക് നല്ല നല്ല സാധനങ്ങൾ വാങ്ങാൻ പറ്റില്ല. അതായിരുന്നു അവളുടെ ഡിഫിക്കൽട്ട് ചോയ്സ്. വാട്ട് ചോയ്സ് ഡിഡ് ഭാഗ്യ മേക്ക്? അപ്പം ഭാഗ്യയുടെ തീരുമാനം എന്തായിരുന്നു? ഭാഗ്യ ഡിസൈഡഡ് നോട്ട് ടു ആക്സെപ്റ്റ് ദ ഓഫർ ഓഫ് മോർ വർക്ക് ആസ് എ ഡൊമസ്റ്റിക് ഹെൽപ്പർ so that she would have time to study in the afternoon. അപ്പോൾ അവൾ എന്ത് ചെയ്തു? ഭാഗ്യ ഈ ഡൊമസ്റ്റിക് ഹെൽപ്പറായിട്ട് വീട്ടുജോലിക്ക് ചെയ്യുന്ന ഓഫർ അവൾ നിരസിച്ചു. അവളത് പകരം എന്ത് ചെയ്തു? അവൾ പഠിക്കാൻ തുടങ്ങി. ഉച്ചയ്ക്ക് ശേഷം ആഫ്റ്റർനൂണിലൊക്കെ ഇരുന്ന് അവൾ പഠിക്കാൻ തുടങ്ങി. വാട്ട് വാസ് ദ റിമാർക്കബിൾ അബൌട്ട് ഹെർ ചോയ്സ്? ഹെർ ചോയ്സ് വാസ് റിമാർക്കബിൾ ബിക്കോസ് ദ മണി she could earn for the extra work was a big amount for her. To refuse such an offer was very difficult for a poor girl like her. It was a remarkable choice because she made it after thinking very clearly about her whole goals and about what was more important to her, education or money. അപ്പോൾ അവളുടെ റിമാർക്കബിൾ എന്താണെന്ന് വെച്ചാൽ അവളൊരു പാവം കുട്ടിയാണ്, വേറെ ആരുമില്ല സഹായിക്കാൻ. അവൾ വീട്ടുജോലിക്ക് പോയാൽ മാത്രമേ അവൾക്ക് പൈസ കിട്ടുള്ളൂ, അവളുടെ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ, ഡെയിലി റുട്ടീൻസൊക്കെ നടക്കുള്ളൂ. അപ്പം പക്ഷെ അവൾ എന്താണ് ചെയ്തത്? അവൾ വീട്ടുജോലി നിർത്താൻ കാരണം എന്താ? അവൾക്കൊരു ഉള്ളിലൊരു ബോധം ഉണ്ടായിരുന്നു, ഗോൾ ഉണ്ടായിരുന്നു, പഠിക്കണം എന്നും നല്ല വലിയ ജോലി വാങ്ങണം എന്നുള്ളൊരു ഗോൾ അവളുടെ ഉള്ളിലുണ്ടായിരുന്നു. ഹൗ ഡിഡ് മദർ തെരേസ മേക്ക് ഹെർ പേഷ്യൻസ് ഫീൽ കംഫർട്ടബിൾ? എങ്ങനെയാണ് മദർ തെരേസ അവരുടെ പേഷ്യൻസിനെ, രോഗികളെ ഫീൽ കംഫർട്ടബിൾ ആക്കിയത്? Mother Teresa looked after her patients. She made them feel wanted and they were not alone. She made them feel that they were people who loved and cared of them. മദർ തെരേസ അവരുടെ പേഷ്യൻസിനെ നല്ലോണം നോക്കി, അവരൊറ്റയ്ക്കല്ല, നമ്മളുണ്ട് അവരുടെ കൂടെ എന്നുള്ള ഒരു ബോധം പേഷ്യൻസിനുള്ളിൽ അവരുണ്ടാക്കിയെടുത്തു.
ഇൻ വാട്ട് വേ ഈസ് അനന്തഭാരതി a unique school? എന്താണ് അനന്തഭാരതി ഒരു യൂണീക്ക് സ്കൂളാന്ന് പറയാൻ കാരണം? അനന്തഭാരതി is a unique school because although it is a non-formal school, it is very serious about education. It is flexible like a non-formal institution, yet it studies, write public examinations and even go on for higher studies like the students of formal school. It shares the problems of its students and tries to solve them. It builds their trust and confidence in themselves and support them throughout their stay in the school. അപ്പം അനന്തഭാരതി സ്കൂൾ എന്ന് പറയുന്നത് സാധാരണ ഫോർമൽ സ്കൂൾ പോലെ ആയിരുന്നില്ല. അവിടെ വെറും എഡ്യൂക്കേഷന് മാത്രമായിരുന്നില്ല ഇമ്പോർട്ടൻസ് കൊടുത്ത്, എഡ്യൂക്കേഷന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പകരം അവരുടെ കുട്ടികളുടെ പ്രശ്നങ്ങളൊക്കെ അവർ പരിഹരിച്ചു കൊടുക്കുമായിരുന്നു. കുട്ടികൾക്ക് തന്നെ ട്രസ്റ്റും കോൺഫിഡൻസും ഒക്കെ ഉണ്ടാക്കാൻ ആ സ്കൂള് സഹായിച്ചിട്ടുണ്ടായിരുന്നു. ആ സ്കൂളിൽ നിന്നിട്ടായിരുന്നു അവിടുത്തെ കുട്ടികൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, പിന്നെ ഒരു ഇൻ്റർവ്യൂ വെച്ചാൽ വാട്ട് ഈസ് എൻ ഇൻ്റർവ്യൂ? ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് എന്താ? ഇൻ്റർവ്യൂ ഈസ് എ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ടു പീപ്പിൾ, ദാറ്റ് ഈസ് ദ ഇൻ്റർവ്യൂവർ ആൻഡ് ഇൻ്റർവ്യൂ. ഇൻ്റർവ്യൂ എന്ന് പറയുന്ന രണ്ട് ആൾക്കാർ തമ്മിലൊരു ഫോർമൽ കമ്മ്യൂണിക്കേഷനാണ്. ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരാളും ഉണ്ടാവും, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന ഒരാളും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. പിന്നെ വാട്ട് ഈസ് എ റിപ്പോർട്ട്? റിപ്പോർട്ട് എന്താണെന്നുണ്ട്. റിപ്പോർട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. റിപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റിനെ കുറിച്ചോ ഒരു പ്രോബ്ലത്തെക്കുറിച്ചോ ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഇതാണ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയാൻ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്, റിപ്പോർട്ട് ഓഫ് ആക്സിഡൻറ്റ്സ്, ഇൻസിഡൻറ്റ്സ്, ഈവൻറ്റ്സ്, ഇൻ്റർവ്യൂ എക്സെട്ര. ഓക്കെ, അപ്പോൾ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇൻ്റർവ്യൂ ഈസ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ 2 or more persons. It is a conversation in which questions are asked by the interviewer to get information from the interview. An interview is conducted for a specific reason. രണ്ട് ആൾക്കാർ നമ്മളൊരു ഫോർമൽ കമ്മ്യൂണിക്കേഷനാണ്. ഒരു ഇൻ്റർവ്യൂവർ ഉണ്ടാവും, ഒരു ഇൻ്റർവ്യൂ ഉണ്ടാവും. ഇൻ്റർവ്യൂവിനോട് ചോദ്യങ്ങൾ ചോദിക്കും. അതിനൊരു ഒരു പ്രത്യേക പർപ്പസ് ഉണ്ടാവും, വെറുതെ ഇൻ്റർവ്യൂ ഒന്നും ചെയ്യില്ല. ഓക്കെ, it could be an interview to get test knowledge and suitability of a person for a particular job. This is the most common kind of interview. സാധാരണ ഇൻ്റർവ്യൂ നടത്തുന്നതിനാണ് ഒരു വ്യക്തി ആ ജോബിന് ആപ്റ്റ് ആണോ നോക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണ ഇൻ്റർവ്യൂ നടത്താറ്. അവരുടെ നോളേജും എബിലിറ്റിയും ഒക്കെ അളക്കാൻ വേണ്ടിയിട്ടാണ് ഇൻ്റർവ്യൂ നടത്താറ്. ഓക്കെ, താങ്ക് യു.